ഗർഭസമയത്ത് 3 മാസം കഴിഞ്ഞാൽ ഹണിമൂൺ പീരീഡാണ് ഗർഭത്തിൻ്റെ എന്ന് പറയും. മിക്കവാറും ഛർദിയെല്ലാം മാറിക്കഴിഞ്ഞിട്ടുണ്ടാവും. കാലുവേദന, വയറുവേദന ഇങ്ങനത്തെ കാര്യങ്ങൾ വരാനുള്ള സമയം ആയിട്ടുമില്ല. അപ്പോൾ പൊതുവേ സുലഭമായിട്ടുള്ള ഈ സമയത്തും ചില പ്രിക്കോഷൻസ് നമ്മൾ എടുക്കേണ്ടതുണ്ട്, ചില പേടികൾ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. ഇതിനെ പറ്റിയാണ് ഈ വീഡിയോ. സ്കൂളിലും കോളേജിലും ഒക്കെ പഠിപ്പിക്കുന്നവരായാലും ഗവൺമെൻറ് ഓഫീസുകളിൽ ലിഫ്റ്റ് ഇല്ലാതെ വർക്ക് ചെയ്യുന്നവരായാലും ചോദിക്കാറുണ്ട്, കോണി കയറാൻ പാടുമോ എന്നുള്ളത്. ലിഫ്റ്റ് ഇല്ലാണ്ട് 3 ഫ്ലോറൊക്കെ കോണി കയറിയിട്ട് ഞാൻ എങ്ങനെയാണ് പണിയെടുക്കുക എന്നുള്ളത്. പതുക്കെ പതുക്കെ നിർത്തി കോണി കയറുന്നതും ഇറങ്ങുന്നതും ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഒറ്റയടിക്കായി കഴിഞ്ഞാൽ അവിടെയും ഇവിടെയും വേദനകൾ വരും. അത് കോൺട്രാക്ഷൻസ് ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടാകും. കോണി എന്ന് പറയുന്ന കാര്യം ഏണി ആവുമ്പോൾ വ്യത്യാസമുണ്ട്. നമ്മൾ വീട്ടിൽ ഫാൻ തുടയ്ക്കൽ, മുക്കിലും മൂലയിലും പൊടി തുടയ്ക്കൽ, എന്താ വെച്ചാൽ വേദനയും ഛർദിയൊന്നും ഇല്ലാത്തപ്പോൾ എല്ലാം ചെയ്യാനുള്ളൊരു വ്യഗ്രത നമുക്ക് വരും. പക്ഷെ അങ്ങനെ അവിടേക്കും ഇവിടേക്കൊക്കെ ഏണിയൊക്കെ വെച്ചിട്ട് കണ്ടമാനം കയറുമ്പോൾ മസിൽസിന് ഒരു ലാക്സിറ്റി ഉള്ള സമയമാണ്, ഉൾക്ക് വരാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഭാരമുള്ള സാധനങ്ങൾ ഗർഭസമയത്ത് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഭാരമുള്ളത് എപ്പോഴാണ് വരുന്നത്? നമ്മൾ എവിടെയെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ അറിയാതെ തന്നെ നമ്മൾ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എടുത്തിട്ട് മേശപ്പുറത്തേക്ക് വെക്കുകയെ ഇറക്കുകയെ, ട്രാവൽ ചെയ്യുമ്പോൾ ഒരു വലിയൊരു പെട്ടി എടുത്തിട്ട് അങ്ങോട്ട് മാറ്റി വെക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ പെട്ടെന്നുള്ള ഉളുക്കൽ വരിക. ആ സമയത്ത് ഗർഭമുണ്ട് എന്നുള്ളതെന്ന് ഓർമ്മ വന്നിട്ട് അത് ഒന്ന് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. സ്കൂട്ടർ യാത്ര പൊതുവെ നമുക്ക് ബാലൻസ് കിട്ടുന്നത് എളുപ്പമുള്ള ആളാണെങ്കിലും പെട്ടെന്ന് ഉളുക്ക് വരാൻ സാധ്യത കൂടുതലാണ്. അത് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ കൂടുതലായത് കാരണം സ്കൂട്ടർ യാത്ര ഒഴിവാക്കുന്നതാണ് ഈ സമയത്ത് നല്ലത്. ഗർഭസമയത്ത് ഉറക്കം ഒരു 8 to 9 hours ആവശ്യമാണ്. അത് കിട്ടുന്നില്ലെങ്കിൽ അത് കിട്ടാനായിട്ട് മരുന്ന് കഴിച്ചാലും കുഴപ്പമില്ല. അത് മരുന്ന് കഴിക്കാതെ കിട്ടാനുള്ള സൂത്രപ്പണികൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഭക്ഷണം കഴിക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെ ടിവിയോ മൊബൈലോ ബെഡ്മിൽ കിടന്ന് കാണാതെ സൂക്ഷിക്കുക. അപ്പോൾ സ്ക്രീൻ ടൈം ബെഡിൽ വെച്ചിട്ട് വേണ്ട, രാത്രി വേണ്ട എന്നുള്ളത് ഉറച്ച തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഉറക്കം കിട്ടാൻ കുറച്ചും കൂടി എളുപ്പമാവും. വേറൊരു കംപ്ലൈൻറ്റ് അമ്മായിയമ്മമാരും അമ്മമാരും എന്ന് പറഞ്ഞത് അവൾ ഏതു നേരവും കിടക്കുകയാണ്, അവളോടൊന്ന് നീക്കാൻ പറഞ്ഞാൽ കേൾക്കുന്നില്ല, അത് ദോഷം ചെയ്യുമോ എന്നുള്ളതാണ്. ശരിയാണ്, 9-10 മണിക്കൂറിൽ കൂടുതൽ സമയം ഉറങ്ങുന്നുണ്ടെങ്കിൽ അത് ഡയബറ്റീസ്, വളർച്ചക്കുറവ്, പെട്ടെന്നുള്ള കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുക, ഇങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം കാരണമായിരിക്കാം. 10 മണിക്കൂറിൽ കൂടുതലുണ്ടെങ്കിൽ അത് അപകടമാണ്. അതിലത് പ്രൊജസ്ട്രോണിൻ്റെ കാരണം കൊണ്ടോ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് കൊണ്ടോ എല്ലാം അത് സംഭവിക്കാവുന്നതാണ്. അതിന് നമ്മൾ കറക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക. പിന്നെ പലപ്പോഴും ഗർഭം അലസാതിരിക്കാൻ ഈ പ്രൊജസ്ട്രോൺ ഗുളികകൾ നമ്മൾ ഡോക്ടേഴ്സ് തന്നെ ഒരുപാട് കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഉറക്കം കൂടുതലുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കാവുന്നതാണ്. കാര്യം ചോദിക്കുന്നത് ഡോക്ടറെ സിനിമയ്ക്ക് പോകാൻ പറ്റുമോ തിയേറ്ററിൽ പോയിട്ട് എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് സിനിമ കാണലൊക്കെ കുറഞ്ഞിരിക്കുന്നു മിക്ക ആൾക്കാർക്കും. എന്നാലും സിനിമ കാണുന്ന ഒരു മോഹമാണെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും ഗർഭസമയത്തിൽ കുട്ടിയോ നിങ്ങളെയോ ഒരിക്കലും ബാധിക്കുന്നതല്ല. അത് ടോട്ടലി ഓക്കെയാണ് പ്രഗ്നൻസിയിൽ. ഹൗസ് ഹോൾഡ് ക്ലീനിങ് ആണ് വേറൊരു കാര്യം. കെമിക്കൽസ് ഉപയോഗിച്ചിട്ട് ഈ തുടയ്ക്കുക, പിടിക്കുക, ഭയങ്കര സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള കെമിക്കൽസ് ഗർഭസമയത്ത് ചിലപ്പോൾ ടോക്സിക് ആയിരിക്കാം. അപ്പോൾ ക്ലീനിങ്, മുക്കും മൂലയൊക്കെ കെമിക്കൽസ് ഉപയോഗിച്ചിട്ടുള്ള ക്ലീനിങ് നമ്മൾ ഒഴിവാക്കണം. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഹൈ പ്രോട്ടീൻ കണ്ടൻറ്റ് ഉള്ള ഫുഡ് കഴിക്കണം. അത് മാംസമായാലും മുട്ടയായാലും, വെജിറ്റേറിയൻസിനാണെങ്കിൽ കടല കൂട്ടാനോ അല്ലെങ്കിൽ പ്രോട്ടീൻ പൊടിയോ ഒക്കെ ആയിട്ട് കഴിക്കുന്നത് കുട്ടിയുടെ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമാണ് ആദ്യത്തെ 3 മാസം കഴിഞ്ഞാൽ. പ്ലസ് നമുക്ക് ഗ്യാസ് ഉണ്ടാവാൻ സാധ്യത കൂടുതലുള്ളത് കാരണം ഒരുപാട് സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിക്കരുത്. സോൾട്ട് നമ്മൾ ലിമിറ്റ് ചെയ്യണമെന്ന് പറയാറില്ല, എന്നാൽ ഓവറായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഹൈപ്പർ ടെൻഷൻ വന്നേക്കാം എന്നും പറയുന്നുണ്ട്. ഗർഭസമയത്ത് ഉണ്ടാകുന്ന പ്രഷർ സോൾട്ട് റെസ്ട്രിക്ഷൻ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ആ പ്രഷർ പ്ലസൻറ്റയിൽ നിന്ന് വരുന്നതാണ്. റെസ്ട്രിക്ഷൻ ആവശ്യമില്ല, പക്ഷെ ഓവറായിട്ട് കഴിക്കുന്നത് നമ്മൾ എൻകറേജ് ചെയ്യാറില്ല. ഷുഗർ കൂടുതൽ കഴിച്ചുകൊണ്ട് ഷുഗർ നോർമൽ ആയിട്ടുള്ളവർക്കോ ഡയബറ്റീസിന് ടെൻഡൻസി ഇല്ലാത്തവർക്കോ കുഴപ്പമില്ല. ധാരാളം വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിക്കുന്നത് നല്ലതാണ്. കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതിരിക്കാൻ മുരിങ്ങയുടെ ഇല, ചീരയുടെ ഇല, മുന്തിരിങ്ങ, ധാരാളം ചൂടുവെള്ളം ഇതെല്ലാം കഴിക്കുന്നത് നല്ലതാണ്. പലരും ചോദിക്കാറുള്ള ചോദ്യം, ഈത്തപ്പഴം കഴിച്ചാൽ കുഴപ്പമുണ്ടോ ഡോക്ടറേത്? ഈത്തപ്പഴം അവസാനത്തെ മാസങ്ങളിൽ 5-6 എണ്ണം ദിവസേന കഴിച്ചു കഴിഞ്ഞാൽ സെർവിക്സ് സോഫ്റ്റ് ആവുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ആഴ്ചയിൽ 2-3 തവണ അതിന് മുമ്പുള്ള മാസങ്ങളിൽ കഴിച്ചുകൊണ്ട്
ഒരു കുഴപ്പമില്ല, അത് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമാണ്. മുരിങ്ങ കുഴപ്പമുണ്ടാവുമെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. അത് കോൺട്രാക്ഷൻസ് ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഓവറായിട്ട് കഴിച്ചാലേ ഉള്ളൂ. ആഴ്ചയിൽ എല്ലാ ദിവസവും മുരിങ്ങ ധാരാളം കഴിക്കുന്നവർക്ക് മാത്രമേ അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. ആഴ്ചയിൽ 2-3 തവണ മുരിങ്ങ ഇലയായിട്ടോ ഡ്രം സ്റ്റിക്കായിട്ടോ കഴിച്ചു കഴിഞ്ഞാൽ അത് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമാണ്. അത് കംപ്ലീറ്റ് ആയിട്ട് ഗർഭസമയത്ത് ഒഴിവാക്കേണ്ട യാതൊരു കാര്യവും ഇല്ല. ഫുഡ് കഴിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ നോക്കേണ്ടത്, ഗർഭിണികളുടെ വയറ് വളരെ സെൻസിറ്റീവ് ആയിരിക്കും. എന്താ വെച്ചാൽ വയറിങ്ങനെ കയറി പോവുമല്ലേ ഗർഭപാത്രം, അപ്പോൾ വയറും കയറി പോകും. അപ്പോൾ ആ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്റ്റമക്ക് ഉള്ളത് കാരണം ലെഫ്റ്റ് ഓവർ ഫുഡ്, 2 ദിവസത്തിലധികം ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള ഫുഡ് കഴിക്കരുത്, പഴയ ഫുഡ് കഴിക്കരുത്, എക്സ്പയറി കഴിഞ്ഞിട്ടുള്ള ഫുഡ് കഴിക്കരുത്, ഫ്രൈഡ് ഐറ്റംസ് ഒരുപാട് കഴിക്കരുത്. അപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ ഒന്ന് ഫ്രഷായിട്ടും നല്ലതായിട്ടുള്ളതും പോഷക ഗുണമുള്ളതായിട്ടുള്ളതും ഉള്ള ഫുഡ് കഴിക്കുന്ന നന്നായിരിക്കും. ഈ സമയത്ത് ഒരുപാട് ചായയോ കാപ്പിയോ കുടിക്കുന്നത് ദോഷകരമാണ്. പ്രത്യേകിച്ച് ഒരുപാട് കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്നവരോ എൻട്രൻസ് പരീക്ഷയ്ക്ക് ഗർഭസമയത്ത് പഠിക്കുന്നവരോ വല്ല UPSC പരീക്ഷയ്ക്ക് പഠിക്കുന്നവരോ ഒരുപാട് നേരം ഉറക്കൊഴിച്ചിരിക്കാനായിട്ട് ചായ ഒരുപാട് കുടിക്കുക എന്നുണ്ടെങ്കിൽ അത് നമ്മൾ അവോയ്ഡ് ചെയ്യണം. അതിന് പകരം വേണമെങ്കിൽ ഗ്രീൻ ടീ കുറച്ച് കഴിക്കുക, പാല് കുറച്ച് കുടിക്കുക, പ്ലെയിൻ വാട്ടർ കുടിക്കുക, ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരുപാട് കഫേൻ ഗർഭസമയത്ത് അപകടകാരിയാണ്. അപ്പോൾ 3 മുതൽ 6 മാസം വരെ അടിപൊളിയായിട്ട് നടക്കുക, എൻജോയ് ചെയ്യുക, ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുക, പ്രോട്ടീൻ കഴിക്കുക, ഗർഭം മുന്നോട്ട് പോട്ടെ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നമസ്കാരം.